ഒരുപാടധികം സിനിമകളിലൂടെ നമ്മൾ ഈ മുഖങ്ങളൊക്കെ കണ്ട് പരിചയമുള്ള ആൾക്കാരാണല്ലേ. ഒരിക്കൽ നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഇവിടെ അവസരം കിട്ടിയിരിക്കുകയാണ്. സോ വെൽക്കമിങ് യു ബോത്ത്. ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാരാണ് രണ്ടുപേരും. സോ തങ്കമണി എന്ന മൂവിയുടെ ഭാഗമായതിനെ കുറിച്ച് ഒന്ന് പറയാമോ? എനിക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുണ്ട്. ദിലീപേട്ടൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്, നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ മൂവി സെറ്റിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം ട്രിവാൻഡ്രം. ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമാണ്. കാരണം ഞാനും ഒരു ട്രിവാൻഡ്രംകാരിയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം. എനിക്ക് സത്യം പറഞ്ഞ് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം എൻ്റെ നാട്ടുകാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മൂവി പ്രൊമോഷനായിട്ട് വന്നത്. എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ട്രിവാൻഡ്രത്ത് വരിക എന്ന്. ഫൈനലി നടന്നിരിക്കുകയാണ്. അതെ അതെ, ശരിക്കും എന്നെ മൂവിലോട്ട് കാസ്റ്റ് ചെയ്ത രതീഷ് സാറിനും അതുപോലെ നമ്മുടെ ദിലീപേട്ടനും റാഫി സാറിനും സുജിത് സാറിനും എല്ലാവർക്കും ഞാൻ ഈ വേദിയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയണു. ഇപ്പോൾ ചോദിച്ചില്ലായിരുന്നോ ദിലീപേട്ടൻ എങ്ങനെ ഫണ്ണിയാണോ എന്ന്. ശരിക്കും ഞാൻ ഈ ലൊക്കേഷനിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അതുമാത്രമല്ല നമ്മുടെ രതീഷേട്ടനുണ്ട്, ദിലീപേട്ടനുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ടെൻഷൻ അടിച്ചിരുന്ന എന്നെയും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ദിലീപേട്ട താങ്ക് യു സോ മച്ച്. സത്യമായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് തങ്കമണി ലൊക്കേഷൻ. അതുപോലെ തന്നെ രതീഷേട്ട ഒരുപാട് താങ്ക്സ്. രതീഷേട്ടൻ ഇതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും. സുജിത് സാറായിക്കോട്ടെ, റാഫി സാറായിട്ട് എല്ലാവരും. അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമായിരുന്നാലും എന്താ പറയുക ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും അമ്മയുടെ അച്ഛനോട് പറയാറുണ്ട്, അമ്മ എന്താ പറയുക തങ്കമണി മൂവി പാക്കപ്പായപ്പോൾ മാത്രമേ എനിക്ക് ഭയങ്കര വിഷമമായത്. സോ നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരും മാർച്ച് 7-ാം തീയതി തങ്കമണി കാണില്ലേ ട്രിവാൻഡ്രം? ഉറപ്പായിട്ടും കണ്ടിരിക്കും. ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? ചെറുതായിട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല, പറയാൻ പാടില്ലെന്ന് അവിടെ നിന്ന് കാണിച്ചു. സോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. സ്മിനു മാം, പടപടാ സംസാരിക്കുന്ന സ്മിനു മാമിനെയാണ് നമ്മൾ എല്ലാ സിനിമയിലും കാണുന്നത്. തങ്കമണിയിൽ എങ്ങനെയാണ്? ഇത്രയും പേരെ ഒന്നിച്ച് കണ്ടിട്ട് ഒന്നും പറയാൻ തോന്നുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എന്താണേലും ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഹിറ്റാവുമെന്ന്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ്റേതായിട്ട്. ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം. പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതും തിരുവനന്തപുരം. എൻ്റെ ദിലീപേട്ടൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ മൂവിയാണ് തങ്കമണി. അവിടെ ചോദിച്ച പോലെ ദിലീപേട്ടൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും പറയുകയാണ്, എനിക്കൊരു നല്ല സഹോദരൻ്റെ സ്നേഹവും ബഹുമാനവും എന്നും ദിലീപേട്ടൻ തന്നിട്ടുണ്ട്, കരുതലും. ആ ഒരു ദിലീപേട്ട താങ്ക് യു. രതീഷ്, ഈ ഒരു സിനിമയിൽ എനിക്ക് അവസരം തന്നതിന് ഒരുപാട് നന്ദി. എല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് കൊടുത്ത ദിലീപേട്ടന് കൊടുത്ത സ്നേഹം തങ്കമണി റിലീസിൻ്റെ അന്നും എന്നും എല്ലാ സിനിമയ്ക്കും ദിലീപേട്ടൻ്റെ ഒപ്പം നിങ്ങളുണ്ടാവണം, ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. തങ്കമണി മാർച്ച് 7-ന് കാണാൻ എല്ലാവരും ഉണ്ടാവണം, വൻ വിജയമാക്കണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്മിനു മാം. ആക്ച്വലി രമ്യ ഒന്ന് സ്റ്റേജിൽ നിൽക്കുക.